വാർത്തയിലേക്ക് വിശദമായി. വാഹനാപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിക്കുകയും 4 പേർക്ക് പുതുജീവനുമേകി സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവാവുകയും ചെയ്ത ആലിൻ ഷെറിന് വിട നൽകാൻ ഒരുങ്ങുകയാണ് കേരളം. സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. മല്ലപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നെടുങ്ങാടപ്പള്ളിയിലെ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇപ്പോൾ 2 മണിവരെ വീട്ടിൽ പൊതുദർശനമുണ്ടാകും. പൊതുദർശനത്തിന് ശേഷം നെടുങ്ങാടപ്പള്ളിയിലെ സെന്റ് തോമസ് പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. മന്ത്രി VN വാസവൻ അടക്കം നിരവധി പേർ കുഞ്ഞാലിന് ആദരം അർപ്പിച്ചു. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരുകയാണ്. ആജ്ഞ, കണ്ണീരോടെ വിട നൽകുകയാണ് ആ കുരുന്ന് ജീവന്. നാട് പൊതുദർശനം അവസാനിക്കാറായോ? എന്താണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ? സംസ്കാര ചടങ്ങുകൾ എപ്പോൾ തുടങ്ങും? രേണുക, 2:30 മണിവരെയാണ് പൊതുദർശനം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ കണ്ണീരോടെയാണ് കുഞ്ഞ് ആലിന് നാട് വിട നൽകുന്നത്. മലയാളം ഉള്ളിടത്തോളം കാലം ഓർമ്മിപ്പിക്കപ്പെടാൻ കഴിയുന്ന അത്ര മഹത്തായ മാതൃകയാവുകയാണ് ആലിൻ എന്ന് പറയുന്ന കുഞ്ഞുമാലാഖ. അത്തരത്തിലൊരു വലിയ തീരുമാനമെടുത്തവരുടെ മാതാപിതാക്കളെ ആശ്വസിപ്പിക്കാനും അതോടൊപ്പം തന്നെ അഭിനന്ദിക്കാനും നൂറുകണക്കിന് ആളുകളാണ് ഇപ്പോൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. പലരും കേട്ടറിഞ്ഞു വന്നവരാണ്. ആലിന്റെ പ്രിയപ്പെട്ടവർക്ക് ഉപരി, നാട്ടുകാർക്കും ഉപരി, അല്ലെങ്കിൽ ആലിനെയും കുടുംബത്തെയും അറിയുന്നവർക്കുപരി പലരും കേട്ടറിഞ്ഞ് വന്നവരാണ്. സ്വന്തം വീട്ടിലെ കുഞ്ഞായിട്ട്, എല്ലാവരുടെയും സ്വന്തം വീട്ടിലെ കുഞ്ഞായിട്ട് ഇതിനകം ആലിൻ മാറിക്കഴിഞ്ഞു എന്ന് വേണം പറയാൻ. ആലിനെ എല്ലാവരും വിശേഷിപ്പിക്കുന്ന കുഞ്ഞു മാലാഖ എന്ന് തന്നെയാണ്. ഒരു പക്ഷേ മാലാഖ എന്ന് പറയുന്ന കാൽപ്പനിക സങ്കല്പത്തിനപ്പുറം അങ്ങനെ ഒരു വലിയ മഹത്തരമായ ഒരു കാര്യം അവശേഷിപ്പിച്ചിട്ടാണ് ആലിൻ ഭൂമിയിൽ നിന്നും മടങ്ങുന്നത്. അല്പസമയത്തിനുള്ളിൽ, അതായത് 2:30 പൊതുദർശനം അവസാനിക്കുക. അതിനുശേഷം ഇവിടെ സെന്റ് തോമസ് പള്ളിയിലാണ്, നെടുങ്ങാടപ്പള്ളി സെന്റ് തോമസ് പള്ളിയിലാണ് ആലിന്റെ മൃതദേഹം സംസ്കരിക്കുക. സംസ്ഥാന സർക്കാരിന്റെ എല്ലാ ആദരങ്ങളോടും കൂടി ഗാർഡ് ഓണർ നൽകിയ ശേഷമായിരിക്കും ആലിനെ സംസ്കരിക്കുക. എന്തായാലും അത് മുഖ്യമന്ത്രി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അല്പം മുൻപ് മന്ത്രി VN വാസവനും മന്ത്രി സജി ചെറിയാനും ഇത് തന്നെയാണ്, അതായത് കുടുംബത്തിന്റെ തീരുമാനം, മാതാപിതാക്കളുടെ തീരുമാനം, അത് അങ്ങേയറ്റം അഭിനന്ദനാർഹമാണ്. മാതൃകാപരമായ ഉദാത്തമായ മാതൃകയാണ് ആ മാതാപിതാക്കൾ കൈക്കൊണ്ടത് എന്ന് തന്നെയാണ്. 5 ജീവനുകൾക്ക് പുതുജീവൻ നൽകി, 5 കുരുന്നുകൾക്ക് പുതുജീവൻ നൽകിയാണ് ആലിൻ എന്ന് പറയുന്ന കുഞ്ഞുജീവൻ മടങ്ങുന്നത്. അങ്ങനെ ഒരു വലിയ ഒരു സങ്കടപ്പെടുത്തുന്ന യാഥാർത്ഥ്യത്തിനിടയിലും അഭിനന്ദനാർഹമായ നേട്ടമാണ് ഈ മാതാപിതാക്കൾ മുന്നോട്ട് വെച്ചതും. അത് അവയവദാന ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവ് എന്ന ബഹുമതിയാണ് ആലിനിലൂടെ, ആ ബഹുമതിക്കാണ് ആലിനിലൂടെ അർഹയാകുന്നതും. എന്തായാലും ഈ സ്വന്തം വീട്ടിലെ കുഞ്ഞ് എന്നുള്ള വേദനയിൽ തന്നെയാണ് മലയാളി മുഴുവനും. എനിക്ക് പിന്നിലായി കാണുന്ന ഈ ഒരു വലിയ ജനസമൂഹം ആലിനെ കാണാൻ വേണ്ടിയിട്ട്, ആലിനെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് എത്തിയവരാണ്. പലപ്പോഴും കുടുംബാംഗങ്ങൾക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഉപരി നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വാർത്തകളിലൂടെ അറിഞ്ഞ് എത്തിയവർ ഒരുപാട് പേരാണ്. ആലിന്റെ കുടുംബത്തിന്റെ ദുഃഖത്തിനൊപ്പം പങ്കുചേരാനും അവർക്ക് ആലിന് ആദരാഞ്ജലികൾ അർപ്പിക്കാനും അവർക്ക് പിന്തുണ നൽകാനും ഒക്കെ എത്തിച്ചേർന്നവർ ഒരുപാട് പേരാണ്. ആലിന്റെ മുത്തശ്ശനും ഇവിടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന അദ്ദേഹവും മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കൊണ്ട് ശ്രദ്ധേയനായ വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെ നാടും നാട്ടാരും ഒക്കെ അറിയുന്ന ആൾ തന്നെയാണ് ആലിന്റെ മുത്തശ്ശനും. അങ്ങനെ വലിയ ഒരു, അതായത് സാമൂഹിക പ്രവർത്തനങ്ങളുടെ പാരമ്പര്യമുള്ള കുടുംബം തന്നെയാണ്. നിരവധി ആളുകൾ, രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിലെ നിരവധി ആളുകൾ ഇപ്പോഴും സന്ദർശനം നടത്തുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏറെ ആളുകളും, നൂറുകണക്കിന് ആളുകളാണ് ഓരോ സമയത്തും ഇവിടെ വന്നു പോകുന്നത്. ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലധികം ആളുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. കേട്ടറിഞ്ഞു വന്നവരാണ് ഏറെയും. ഈ കുഞ്ഞാലിനെ മഹത്തായ അവയവദാനം നൽകി മഹത്തായ നേട്ടം കൈവരിച്ച ആലിൻ എന്ന് പറയുന്ന കുഞ്ഞുമാലാഖിയോടൊപ്പം അവരുടെ വീട്ടുകാരുടെ വേദനയോടൊപ്പം പങ്കുചേരാനാണ് ഇവിടെ എല്ലാവരും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. 2:30 വരെ സമയം അനുവദിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2 മണിയെന്ന് നേരത്തെ പറഞ്ഞിരുന്നു, 2:30 വരെ നീളുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇനിയും ആരോഗ്യമന്ത്രി എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. മന്ത്രി സജി ചെറിയാൻ എത്തിക്കഴിഞ്ഞു, അതുപോലെ മന്ത്രി വാസവൻ എത്തിക്കഴിഞ്ഞു, അതുപോലെ രാഷ്ട്രീയ രംഗത്തെ നിരവധി പ്രമുഖർ എത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ കേട്ടറിഞ്ഞും കണ്ടറിഞ്ഞും ഒരുപാട് പേർ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കുഞ്ഞാലിന്
കുഞ്ഞിന് ആദരമർപ്പിച്ചും ആ കുടുംബത്തിന് പിന്തുണയേക്കും ഓരോരുത്തരും ഇവിടെ എത്തിക്കൊണ്ടിരിക്കണം. നമുക്ക് അറിയാം, എല്ലാവരും നാടിനടങ്കം കണ്ണീർ താഴ്ത്തുന്ന സാഹചര്യത്തിലും കുടുംബത്തിന്റെ അങ്ങേയറ്റം വിഷമകരമായ സാഹചര്യത്തിലും ആ മാതാപിതാക്കളെടുത്ത തീരുമാനം ചെറുതല്ല. അല്ലെങ്കിൽ അത്തരം ഒരു തീരുമാനത്തിലേക്ക് പോകുന്ന നിമിഷം പോലും ഒട്ടും ചെറുതായിരുന്നില്ല. അത്തരം മഹത്തായ ഒരു വലിയ നേട്ടമാണ് ആലിൻ എന്ന് പറയുന്ന കുഞ്ഞു മാലാഖയുടെ മേൽ ചാർത്തപ്പെട്ടത്. അത്തരമൊരു വലിയ ഒരു കയ്യൊപ്പിട്ട് തന്നെ ചാർത്തിയാണ് ആലിൻ എന്ന് പറയുന്ന കുഞ്ഞു മാലാഖ യാത്രയാക്കുന്നത്. തീർച്ചയായും എന്തായാലും ആ നാട് കണ്ണീരോടെ വിട നൽകുകയാണ്. ആ നാട് മാത്രമല്ല, കേരളത്തിലെ ഓരോ മനുഷ്യരും ആ കുഞ്ഞ് ജീവന് മുന്നിൽ അതുപോലെ തലകുനിക്കുകയാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായ മാറിയ ആലിന് നാട് വിട നൽകുകയാണ്. സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. 2:30 വരെ പൊതുദർശനം തുടരാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് ഇപ്പോൾ ആജ്ഞ അവിടെ നിന്ന് ചൂണ്ടിക്കാട്ടുന്നത്. നമുക്കറിയാം, സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള നിരവധി പേർ ഇതിനോടകം തന്നെ ആ മാതൃകാപരമായ തീരുമാനത്തെ അഭിനന്ദിച്ച് രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ നടക്കാൻ പോകുന്നത്. ആജ്ഞ നമുക്കൊപ്പം അവിടെ നിന്ന് തുടരുന്നുണ്ട്. ആജ്ഞ, ഇതിനോടകം മന്ത്രിമാരുൾപ്പെടെ നിരവധി പേർ അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഇനി ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ എത്തും എന്ന് പറയുന്നു. ആരൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്? എന്താണ് അവിടെ നിന്ന് കൂട്ടിച്ചേർക്കാനുള്ള കൂടുതൽ വിവരങ്ങൾ? രേണുക, ആരോഗ്യമന്ത്രി എത്തിച്ചേരുമെന്നാണ് അറിയുന്നത്. അതേസമയം മുഖ്യമന്ത്രി നാളെ എത്തുകയുള്ളൂ. മന്ത്രിമാരിപ്പം CN വാസവൻ വന്നിരുന്നു. അദ്ദേഹം വന്ന് കുടുംബത്തോടൊപ്പം കുറച്ചേറെ സമയം ചെലവഴിച്ച ശേഷമാണ് അദ്ദേഹം മടങ്ങിയത്. കുടുംബത്തിന് മാതാപിതാക്കളെടുത്ത തീരുമാനം അത് തന്നെയാണ് എല്ലാവർക്കും പ്രകീർത്തിച്ച് പറയാനുള്ളതും. കുഞ്ഞാലിന്റെ കാര്യത്തിൽ മാതാപിതാക്കളെടുത്ത ആ ഒരു വിഷമഘട്ടത്തിലും അവരെടുത്ത തീരുമാനം അത് അഭിനന്ദനാർഹമാണ്. അതിന് മുൻപിൽ തലകുനിക്കുക മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത്. അത്തരം ഒരു വലിയ സാഹചര്യത്തിലെ കൂപ്പുകൈയോടെ മാത്രമേ നോക്കിക്കാണാനാവൂ. അങ്ങനെ ഒരു ഇത് തന്നെ പ്രതികരണം തന്നെയായിരുന്നു 2 മന്ത്രിമാരും. അതായത് സജി ചെറിയാൻ എത്തിയിരുന്നു. അദ്ദേഹവും പറഞ്ഞു, ഉദാത്തമായ മാതൃകയാണ് മാതാപിതാക്കൾ നടത്തിയത്. ആലിൻ എന്ന് പറയുന്ന കുഞ്ഞു മാലാഖയ്ക്ക് അവർക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം, അതിനപ്പുറത്തേക്ക് ഒരു പക്ഷേ ഈ 10 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിന് ഒരു മനുഷ്യന് ഭൂമിയിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണ് ആലിൻ ചെയ്തിട്ട് പോയത്, മടങ്ങുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോഴും ഇത് ചെയ്യുന്നത്. എന്തായാലും ഇവിടെ നിരവധി ആളുകൾ നമ്മളോടൊപ്പമുണ്ട്. സാർ, എങ്ങനെ പ്രതികരിക്കുന്നു? ഒരു കുടുംബത്തിനോട് പൊതുവെ നമ്മുടെ ഇവിടെ ഇതുമായിട്ട് ധാരാളം ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് എല്ലാവരും ഇതൊരു പാഠമായിട്ട് അനുഗ്രഹിച്ച് കഴിയണമെന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാവരും മാതൃകയാക്കണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. നമ്മളോടൊപ്പം പ്രതികരിച്ച എല്ലാ ആളുകളുടെയും ഒരു പ്രധാനപ്പെട്ട പ്രതികരണം അതാണ്. കാരണം കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.